നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് മെറൈൻ എൻഫോഴ്സ്മെന്റിന് ലഭിക്കുന്ന വിവരമനുസരിച്ച് വിവിധ മത്സ്യബന്ധന യാനങ്ങളിലെ വയർലെസ് സന്ദേശങ്ങളിൽ നിരവധി കണ്ടെയ്നറുകൾ നമ്മുടെ ഈ കൊല്ലം ഇതിൻ്റെ തെക്കൻ ഈ മേഖലയിലേക്ക് ഒഴുകി വരുന്നതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ നേരത്തെ കാണിച്ചു ഒരു 3 കണ്ടെയ്നറുകൾ ഒരേപോലെ ഒരു ബ്ലോക്കായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാണ്ട് ഇവിടെ ഈ ശക്തികുളങ്ങര പുലിമുട്ട്, ആ പുലിമുട്ടിൻ്റെ ഭാഗത്തേക്ക് 2 കണ്ടെയ്നറുകൾ അടിച്ച് അതിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. മറ്റൊരു ഇതിൻ്റെ ഒരു പാർട്സ്, ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വേറൊരു ഭാഗത്തൊക്കെ അടിച്ചിട്ടുണ്ട്. നിലവിൽ 7 കണ്ടെയ്നറുകൾ കടൽ ഇതുവഴി ഒഴുകി വരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 15ഓളം കണ്ടെയ്നറുകൾ ഇപ്പോൾ തന്നെ കണ്ടിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾ. ഏതാണ്ട് ഈ 100 കണക്കിന് കണ്ടെയ്നറുള്ള സ്വാഭാവികമായും ഇത് മുങ്ങുമ്പോൾ അത്രയേറെ കടലിൽ ഉണ്ടാകാമല്ലോ. അത് ഇങ്ങോട്ടേക്ക് തെക്കൻ ഇതിലെ ഒരു കാറ്റിൻ്റെ ഗതി അനുസരിച്ച് ഈ കൊല്ലം തിരുവനന്തപുരം മേഖലയിലേക്കാണ് ഇപ്പോൾ ഇത് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ട 3 എണ്ണം ഇത്തിരി കൂടെ മാറി ഒരു 150 മീറ്റർ അകലേക്ക് അത് പോയിട്ടുണ്ട്. ഈ കടലിൻ്റെ ഒഴുക്കനുസരിച്ച് അതിങ്ങനെ സഞ്ചരിക്കുകയാണ്. അതേസമയം ഇപ്പോൾ ഇതിൽ 2 എണ്ണമാണ് മുകളിലോട്ട് കയറി നിൽക്കുന്നത്. ഇതിൽ പലതും ശീതീകരണ സംവിധാനമുള്ളതായി മത്സ്യത്തൊഴിലാളികൾ തന്നെ പറയുന്നുണ്ട്. ഒരുപക്ഷെ പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ മത്സ്യയിനങ്ങളോ മറ്റോ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള, അതായത് അഴുകുന്ന സാധനങ്ങൾ, പെരിഷബിൾ ഐറ്റംസ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മനു. ശരി, ഓക്കെ, താങ്ക് യു രാജ്കുമാർ. ഞാൻ രാജ്കുമാറിലേക്ക് മടങ്ങി വരാം. കണ്ടെയ്നറുകൾ പല സ്ഥലങ്ങളിലേക്ക് വന്ന് അടിയുന്നുണ്ട്. പലതും കാലിയാണ്. ശീതീകരണ സംവിധാനമുള്ളതാണ്. മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഒരു അനുഭവം വെച്ച് പറയുന്നത് ചിലതൊക്കെ ഫ്രൂട്ട്സ് കയറ്റി അയക്കുന്ന കണ്ടെയ്നറുകളാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ പരിശോധിക്കാൻ നമുക്ക് പറ്റില്ല. ഏതായാലും അല്പസമയത്തിന് തന്നെ അതിൽ പരിശോധന നടക്കും.